نورا يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت منايا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൻ നബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 18 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് 19 മുതൽ ഇനി നമുക്ക് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബാ. إن جهنم كانت مرصادا للطاغين مآبا. لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. صدق الله العلي العظيم. 19-ാമത്തെ ആയത്ത് മുതൽ 26-ാമത്തെ ആയത്ത് വരെയാണ് ഇപ്പോൾ നമ്മൾ പാരായണം ചെയ്തത്. ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന മറ്റു ചില സംഭവ വികാസങ്ങളാണ് അല്ലാഹു തആല ഇനിയും പറയുന്നത്. എല്ലാ ആളുകളും 2 ഊത്ത് ഊതി മരണപ്പെട്ട് പിന്നെ 2ാമത്തെ ഊത്തിൽ പുനർജന്മം നൽകപ്പെടും എന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. ഇനി അന്ന് സംഭവിക്കുന്ന മറ്റൊരു സംഗതിയാണ്. അതെന്താണ്? വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ. വഫുതിഹത്ത് തുറക്കപ്പെടുകയും ചെയ്യും, പിളർക്കപ്പെടുകയും ചെയ്യും. എന്ത്? അസ്സമാഉ ആകാശം പിളർക്കപ്പെടും. എന്നിട്ടത് എന്താ ആവുക? ഫകാനത്ത് അങ്ങനെ ആ ആകാശം ആവുകയും ചെയ്യും. അബ്വാബൻ പല വാതിലുകളുള്ളതായി തീരുകയും ചെയ്യും. ആകാശങ്ങൾ പിളർക്കപ്പെടുകയും എന്നിട്ടത് പല വാതിലുകളുള്ളതായി തീരുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ആകാശമൊക്കെ പല വാതിലുകളുള്ളതായി മാറും. എന്തിനാണ് ഇങ്ങനെ വാതിലാവുന്നത്? എന്തിനാണ് ആകാശങ്ങൾ പിളർത്തപ്പെട്ട് പല വഴികളും വാതിലുകളുമായി മാറുന്നത്? എന്തിനാണ്? അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത് ഒന്നുകിൽ അത് മലായിക്കത്തിന് ഇറങ്ങി വരാനാണ്. മലായിക്കത്തിന് ഇറങ്ങി വരാൻ ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ആ സമയത്ത് അവർക്ക് ഇറങ്ങി വരാൻ അത് പല ബാബുകളായി പല വാതിലുകളായി മാറും. അതല്ല, ആകാശമൊക്കെ പൊട്ടിപ്പിളരുന്ന സമയത്ത് അതിലുണ്ടായിത്തീരുന്ന ചില വിടവുകൾ, ആ വിടവുകളാണ് ഇവിടെ അബ്വാബ് വാതിലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ആകാശം പൊട്ടിപ്പിളരുന്ന സമയത്ത് ചില വിടവുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാവില്ല, ആ വിടവുകളാണ് ഇവിടെ വാതിലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന അഭിപ്രായമുണ്ട്. അതല്ല, ആകാശത്ത് നിന്ന് മലക്കുകൾ കൂട്ടം കൂട്ടമായി അവർക്ക് പ്രവഹിക്കാനുള്ള ഇറങ്ങി വരാനുള്ള വഴികൾ അല്ലെങ്കിൽ പ്രവേശന മാർഗങ്ങൾ അന്ന് തുറക്കപ്പെടും എന്നതിനെ ഉദ്ദേശിച്ചാണ് അബ്വാബ് എന്ന് പറഞ്ഞതും എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ 2 അഭിപ്രായങ്ങളാണ് അതിനെക്കുറിച്ചുള്ളത്. സൂറത്തുൽ ഫുർഖാനിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇത് സംബന്ധമായി പറയുന്നുണ്ട്. വയൗമ തശഖഖുസ് സമാഉ ബിൽ ഗമാമി വനുസ്സിലൽ മലായികത്തു തൻസീല. കണ്ടോ, ആകാശം പൊട്ടിപ്പിളർത്തപ്പെടുന്ന സമയം വനുസ്സിലൽ മലായികത്തു തൻസീല, മലായികത്തുകളെ ഇറക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ അഭിപ്രായത്തിന് ഒരു തെളിവാണ് ഇത്. മലായികത്തുകൾക്ക് ഇറങ്ങി വരാനുള്ള വഴികൾ തുറക്കപ്പെടുകയാണ്. അതല്ല, ഇത് പിളരുന്ന സമയത്ത് ഉണ്ടായിത്തീരുന്ന വിടവുകളാണ്. രണ്ടുമുണ്ട്. ഏതായാലും ആകാശങ്ങൾ വാതിലൊക്കെയുള്ള നല്ല ഭദ്രമായ കെട്ടുകളാണ് എന്ന് നമ്മൾ മുമ്പ് പല സൂറകളും പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആകാശം വെറുതെ ഇങ്ങനെ ഒരു ഹവയായി നടക്കുന്ന, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉറപ്പൊന്നുമില്ലാത്തൊരു സംഗതിയല്ല. അത് ശരിക്കും മേൽക്കൂര തന്നെയാണ്, നല്ല ഉറപ്പുള്ള കെട്ടാണ്. അതിന് വാതിലുകളുണ്ട്. മേറാജിൻ്റെ ഹദീസ് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമും ഓരോ ആകാശത്തേക്കും കയറി പോകുമ്പോൾ ഓരോ ആകാശത്തെയും കാവൽക്കാരായ മലക്കുകൾ ആരാണ് എന്ന് ചോദിക്കുകയും ഇന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്ത് ഉള്ളിലേക്ക് കയറാൻ പറയുകയും ചെയ്തു എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. അപ്പോൾ അത് വാതിലുകളുണ്ട്. മാത്രമല്ല, നമുക്കെല്ലാ ആളുകൾക്കും ഓരോ അടിമക്കും ആകാശത്ത് 2 വാതിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് ബാബുൽ അമലിഹി, 2 ബാബുൽ റിസ്ഖിഹി.
ഒന്ന്, അവൻ ചെയ്യുന്ന അമലുകൾ കയറിപ്പോകാനുള്ള ബാബും, രണ്ട്, അവൻ്റെ റിസ്ക്കുകൾ ഇറങ്ങി വരാനുള്ള ബാബും. നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ച റിസ്ക്, ഭക്ഷണമാദിയായ മറ്റെല്ലാ സംഗതികളും ഇറങ്ങി വരാനുള്ള ഒരു വാതിൽ, നമ്മൾ ചെയ്യുന്ന അമലുകൾ കയറിപ്പോകാനുള്ള ഒരു വാതിൽ. ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വാതിലുകളൊക്കെ എന്താവും? ഒക്കെ ഒന്നായിട്ട് തുറക്കപ്പെടും എന്നാണ്. പിന്നെ എല്ലാം ഒന്നായി മാറിയില്ലേ, എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ. അതാണ് വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബ എന്ന് പറഞ്ഞത്. ഏതായാലും ഇങ്ങനെ ആകാശങ്ങൾ പിളർക്കപ്പെടുമെന്നും അത് ഈ രൂപത്തിൽ ആയി മാറും ഖിയാമത്ത് നാളിൽ എന്നും അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. പിന്നെ നടക്കുന്നത് എന്താണ്? അതാണ് 20-ാമത്തെ ആയത്തിൽ പറയുന്നത്. മറ്റൊരു സംഭവം, വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ. പർവ്വതങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെടുകയും അത് കാനൽ പോലെ, അതല്ലെങ്കിൽ മരീചിക പോലെ ആയിത്തീരുകയും ചെയ്യും. വസുയ്യിറത്തിൽ ജിബാലു. സുയ്യിറ എന്ന് പറഞ്ഞാൽ നടത്തപ്പെടുക, ചലിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ അവ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുമെന്നർത്ഥം, നീക്കപ്പെടുമെന്നർത്ഥം. വസുയ്യിറത്തിൽ ജിബാൽ, പർവ്വതങ്ങൾ അവയുടെ സ്ഥാനത്ത് നിന്ന് നടത്തപ്പെടുകയും നീക്കപ്പെടുകയും, എന്നിട്ട് കാനത്ത് അവ ആയിത്തീരുകയും ചെയ്യും. എന്തായിത്തീരും? സറാബൻ, മരീചിക പോലെ ആയിത്തീരുകയും ചെയ്യും. മരീചികയുടെ പ്രത്യേകത എന്താ? അതിങ്ങനെ കണ്ടാൽ വെള്ളം തോന്നും അല്ലേ? അടുത്തെത്തിയാൽ അത് വെള്ളമൊന്നും ഉണ്ടാവില്ല. ദൂരത്ത് നോക്കുന്ന ഒരാൾക്ക് അത് വെള്ളമാണ് തോന്നുമ്പോൾ അടുത്തെത്തിയാൽ ഒന്നും അവിടെ കാണൂല. എന്നതുപോലെ പർവ്വതങ്ങൾ അവിടെ നിന്നത്, പർവ്വതങ്ങളുള്ള സ്ഥലത്ത് പർവ്വതങ്ങൾ ഉണ്ടായതുപോലെ തന്നെ തോന്നുകയില്ല. എല്ലാം തകർന്ന് തരിപ്പണമാക്കപ്പെടും എന്ന് ചുരുക്കം. ഉസീലത്ത് അൻ മവാദിഅഹ, അതിൻ്റെ സ്ഥാനങ്ങളും അതിന് മാറ്റപ്പെടും. മരീചികയാണെന്ന് വിചാരിച്ച ഒരാൾ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒന്നും കാണാത്ത പോലെ പർവ്വതങ്ങൾ നിന്ന സ്ഥാനത്ത് ഒന്നും കാണുകയില്ല. സ്ഥാനങ്ങളിൽ നിന്നത് നീക്കപ്പെടുകയും അതിന് അല്ലാഹു തആല അതിനെ പൊടിപൊടിയാക്കുകയും ചെയ്യും എന്നൊക്കെ വേറെ പല സൂറത്തുകളും പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ആശയം ഇതുതന്നെയാണ്. പർവ്വതങ്ങൾ തകർന്നു തരിപ്പണമാകും, ഒന്നുമില്ലാതെയായി മാറും, അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെടും. ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങൾ അല്ലാഹു തആല എണ്ണി പറയുകയാണ്. പല അധ്യായങ്ങളിലും ഇത് സംബന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ അധ്യായങ്ങളും ഇനി വരാനുള്ള അധ്യായങ്ങളും ഒക്കെ ഇതുണ്ട്. ഇനി 21-ാമത്തെ ആയത്ത് നോക്കുക. ഇങ്ങനെ സംഭവിച്ചാൽ, ഇങ്ങനെയൊക്കെ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്നത്, ആ സമയത്ത് നരകത്തിന് എന്താണ് പറ്റുക, നരകത്തിന്റെ അവസ്ഥ എന്താണ് എന്നാണ് 21-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇന്ന ജഹന്നമ കാനത് മിർസാദ. അന്ന് ആ സമയത്ത് നിശ്ചയമായും നരകം അതൊരു പതിസ്ഥലമാകുന്നു. അന്ന് ആ സമയത്ത് എന്ന് മാത്രമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നരകം സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ നരകം ആളുകളെ കാത്തിരിക്കുകയാണ്. പതിസ്ഥലം, മിർസാദ് എന്ന് പറഞ്ഞാൽ പതിസ്ഥലം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം. ഈ ആളുകൾ ശത്രുക്കളെ പിടിക്കാൻ വേണ്ടി പാത്ത് പതുങ്ങിയിരിക്കില്ല, ആ സ്ഥലത്തിനാണ് ശരിക്കും മിർസാദ് എന്ന് പറയുക. നരകം ഇതേപോലെ നമ്മളെ പാത്ത് പതുങ്ങിയിരിക്കുകയാണ്. ഇന്ന ജഹന്നം, നിശ്ചയമായും നരകം, കാനത്ത് അതായിരിക്കുന്നു, മിർസാദൻ ഒരു പതിസ്ഥലമായിരിക്കുന്നു. മിർസാദ് ശത്രുക്കളെ കാത്തിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം മിർസാദ്. നരകം ഇങ്ങനെയാണെന്നാണ്. നരകത്തിലേക്ക് പോകുന്ന വഴിയിലും നരകത്തിലുമൊക്കെ സബാനിയത്ത്, ശിക്ഷയുടെ മലക്കുകൾ ഇങ്ങനെ ആളുകളെ കാത്തിരിക്കുന്നുണ്ട്. പല കടമ്പകളും അവർക്ക് കടന്നിട്ട് വേണം നരകം മുറിച്ചു കടക്കാൻ, എന്നാലേ അവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. മിർസാദ് എന്ന വാക്കിന് നടന്നു പോകുന്ന സ്ഥാനം എന്നും അർത്ഥമുണ്ട്. നടന്നു പോകുന്ന സ്ഥാനം. അപ്പോൾ ഈ 21-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്തായിരിക്കും? നിശ്ചയമായും നരകം നടന്നു പോകുന്ന ഒരു സ്ഥലമാകുന്നു. അതായത് സത്യവിശ്വാസികൾ അതിൻ്റെ മുകളിൽ കൂടി കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. സത്യനിഷേധികൾ എന്ത് ചെയ്യും? ആ നരകത്തിലേക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ നരകത്തിന് മുകളിലൂടെ ചില പാലങ്ങളുണ്ട് എന്നും, 3 പാലങ്ങളുണ്ട് എന്നൊക്കെ പറയപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. സുഫിയാൻ റളിയല്ലാഹു അൻഹു 3 പാലങ്ങളുണ്ട് എന്ന് അഭിപ്രായപ്പെട്ട ആളാണ്. ഏതായാലും നരകത്തിന്റെ മുകളിലൂടെ ചില പാലങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നും, ആ പാലങ്ങളിലൂടെ നടന്ന് അത് കടന്നു വേണം സ്വർഗത്തിലേക്ക് എത്താനെന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ എന്ത് ചെയ്യും? ആ പാലങ്ങൾ കടന്ന് നടന്നു പോകാനുള്ള സ്ഥലങ്ങളായ ആ പാലങ്ങൾ കടന്ന് സ്വർഗത്തിലെത്തുകയും സത്യനിഷേധികൾ നരകത്തിൽ വീഴുകയും ചെയ്യും. അതാണ് ഇന്ന ജഹന്നമ കാനത് മിർസാദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ലിത്താഗീന മആബ. 22-ാമത്തെ ആയത്ത് ലിത്താഗീന മആബ, അതിക്രമികളായ ആളുകൾക്ക് മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലവുമാണത്. ലിത്താഗീന,
അതിക്രമികളായ ആളുകൾക്ക് മആബൻ മടങ്ങിച്ചെല്ലുവാനുള്ള സ്ഥലവുമാണ് ഏത്? നരകം. ഇന്ന ജഹന്നം, അവിടേക്കാണ് അത് മടങ്ങുന്നത്. അപ്പൊ അതിക്രമികളായ ആളുകളുടെ സങ്കേതമാണ് നരകം എന്നർത്ഥം. അതിരുവിട്ടിരുന്ന ധിക്കാരികളെ പതിയിരുന്ന് തേടിപ്പിടിക്കുന്ന സ്ഥലമാണ് നരകം. ഇന്ന ജഹന്നമ കാനത് മിർസാദ. ധിക്കാരികളായി നടന്നിരുന്ന ആളുകളെ, സത്യനിഷേധികളായി നടന്നിരുന്ന ആളുകളെ ഒളിഞ്ഞിരുന്ന് പതിയിരുന്ന് തേടിപ്പിടിച്ചുള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സ്ഥലമാണ് നരകം. കാവൽക്കാരായ മലക്കുകൾ അവിടെ പതിയിരിക്കുന്നുണ്ടാവും. സൂറത്തുൽ മആരിജിൽ അല്ലാഹു തആല മറ്റൊരു രൂപത്തിലാണ് ഇത് പറയുന്നത്. തദ്ഉ മൻ അദ്ബറ വതവല്ല. നരകത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് തദ്ഉ മൻ അദ്ബറ വതവല്ല, പിന്നോക്കം പോകുന്നവരെയും തിരിഞ്ഞു പോകുന്നവരെയും അത് വിളിച്ചു വരുത്തുക തന്നെ ചെയ്യും. നരകത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുന്നോട്ടും പിന്നോട്ടും തിരിഞ്ഞ് പരക്കം പായുന്ന ആളുകളുണ്ടാവും. അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. യാ അല്ലാഹ്, കഠിനമാണ് നരകം, ഭീകരമാണ് നരകം, ഭയാനകമാണ് നരകം. നമ്മളത് പഠിച്ചിട്ടുണ്ട്, പല സൂറകളിലും വിശദമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിലൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും കഠിനമുള്ള, ചൂടുള്ള, കറുത്തിരണ്ട, ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുന്ന, അള്ളാഹുവിനോട് ഇനിയും ആളുകളുണ്ടോ എന്ന് ചോദിച്ച് ഇനിയും എനിക്ക് വേണമെന്ന് പറയുന്ന, ദേഷ്യം പൂണ്ട, ചില ചുറ്റുമതിലുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കത്തിച്ച് കറുത്തിരണ്ട പുകയുള്ള സ്ഥലമാണ് നരകം. ഭീകരമായ ആഴമുള്ള സ്ഥലമാണ് നരകം. യാ അല്ലാഹ്, സബാനിയത്തിന്റെ മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ എമ്പാടും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് നരകം. പല തട്ടുകളുണ്ട് നരകത്തിന്. മുനാഫിക്കുകളാണ് ഏറ്റവും അടിയിലെ തട്ടിലുണ്ടാകുക, കാപട്യം കൊണ്ടു നടന്ന ആളുകൾ. ഓരോരുത്തരുടെയും ശിക്ഷയുടെ അളവ് വ്യത്യസ്തമാണ്. ഇബിലീസ് ഉണ്ടാവും നരകത്തിൽ എന്നാണ് നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇബിലീസ് ഉണ്ടാവും അവിടെ. ഇബിലീസിന് അവിടെ സ്റ്റേജ് ഉണ്ടാവും എന്നാണ്. എന്നിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ നമ്മളെ കളിയാക്കി ചിരിക്കുന്ന മൂപ്പരെന്തായാലും നരകത്തിലേക്കാണല്ലോ പോവുക. മൂപ്പർക്ക് അവിടെ ഒരു പ്രത്യേക സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ ഇടക്കിടക്ക് ആ സ്റ്റേജിൽ ഇങ്ങനെ കയറി നിന്നിട്ട് ഇങ്ങനെ പറയുന്ന, കണ്ടില്ല ചങ്ങാൻ വരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എൻ്റെ പിന്നാലെ കൂടണ്ടാന്ന്. ഇപ്പം എവിടേക്കാണ് പോകുന്നത്? നിങ്ങളൊക്കെ ഇപ്പം എൻ്റെ കൂടെ കൂടിയിട്ട് എവിടേക്കാണ് എത്തിയത്? ആളുകളൊക്കെ പറയും എൻ്റെ കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ആയത് ഇങ്ങനെ ആയത്. അപ്പോൾ പറയും, ഇന്ന് നിങ്ങൾ ആക്ഷേപിക്കണ്ട. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹുവിന്റെ വിഷയം പറയുന്നുണ്ട്. എന്നെ നിങ്ങൾ ആക്ഷേപിക്കണ്ട. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പോരുന്നു. എന്തിനാണ് നിങ്ങൾ എൻ്റെ കൂടെ പോകുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞത് നരകമാണ്, ഇങ്ങോട്ട് എത്തുന്നല്ലാണ്. ഞാൻ നിങ്ങളെ ഇതാ വാഗ്ദാനം ചെയ്തത്. പക്ഷെ അല്ലാഹു തആല നിങ്ങളോട് വേറെ ചിലത് പറഞ്ഞിരുന്നു. പിശാച് നിങ്ങൾക്ക് ശത്രുവാണ് എന്നും നിങ്ങൾ അവൻ്റെ പിന്നാലെ പോകരുത് എന്നും എത്ര വിളിച്ചാലും കൂടെ കൂടരുത് എന്നും അവൻ ചെന്നെത്തുന്നത് നരകത്തിലേക്കാണ് എന്നൊക്കെ അല്ലാഹു തആല വളരെ വിശദമായി അദുവ്വും മുബീനാണ് എന്നൊക്കെ നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞിരുന്നു. അതൊന്നും നിങ്ങൾ കേൾക്കായിരുന്നു. എന്നിട്ടിപ്പം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് കൈ കഴുകുന്ന പരിപാടിയാണ് ഇബ്ലീസിനെ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കുക, 100 വട്ടം ആലോചിക്കുക. പിശാച് വിളിച്ചിട്ട് കൂടെ പോകുന്ന സമയത്ത് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിശാചിൻ്റെ സർവ്വശല്യങ്ങളിൽ നിന്നും കാക്കട്ടെ. ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പ്രായപൂർത്തിയായ സമയം മുതൽ ഈ നിമിഷം വരെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. എല്ലാറ്റിനും മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക, ഖേദിച്ച് മടങ്ങുക, ഇനി ചെയ്യൂല എന്ന് പറയുക, ഇനി പിന്മാറുക. ആളുകളുമായി ബന്ധപ്പെട്ട ഹക്കടപാടുകളാണെങ്കിൽ, വിഷയങ്ങളാണെങ്കിൽ അത് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് തൗബ ചെയ്ത് മടങ്ങുക. ഇനി പിശാചിൻ പിന്നാലെ പോകാതിരിക്കുകയും ചെയ്യുക. ഈ ഒരു നരകം അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എപ്പോഴും അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ദിവസവും രാവിലെ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് 7 പ്രാവശ്യം പറഞ്ഞ ആളുകൾ നരകം തൊടൂലെന്ന് ഹദീസിലുണ്ട്. നരകം തന്നെ പറയുമത്ര, റബ്ബേ ആ ആളെ ഇനി എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ട, ആ ആളെ നീ എന്നിൽ നിന്നും അകറ്റി നിർത്തണം എന്ന് നരകം പറയുമത്ര അല്ലാഹുവിനോട്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ ആളുകളെ നരകം അള്ളാഹുവിനോട് ഇനി അവൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുമെന്നാണ്. എന്തിനാണ് നമ്മളത് പറയാതിരിക്കുന്നത്? വളരെ എളുപ്പമല്ല. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ മനസ്സറിഞ്ഞ് പറയണം, എവിടെയെങ്കിലും ആലോചിച്ചിട്ട് പറയരുത്. പടച്ചവനെ, ആ നരകത്തെ ഞങ്ങളെ കാക്കണമെന്ന് എപ്പോഴും ചിന്തയിലുണ്ടാവണം. മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ് നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്ന് അല്ലാഹു തആല പല സൂറകളിൽ പല ആയത്തുകളിലും പറയുന്നുണ്ട്, അല്ലേ? മുഅ്മിനീങ്ങൾ അവരുടെ അത് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ ആളുകളുടെ ഒരു സ്വഭാവമാണ് നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുക എന്നത്. നമ്മളും അത് ശീലിക്കുക, ആ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അതോടൊപ്പം സ്വർഗ്ഗം നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കണം. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിക്കണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമലിൻ വനഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമൽ. ഹദീസുകളിൽ ഇങ്ങനെ കാണാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന, പടച്ചവനെ ഞങ്ങൾ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, അതിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന എല്ലാ പ്രവൃത്തിയെയും വാക്കിനെയും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ വനഊദു ബിക മിനൻ നാർ,
നരകത്തെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, ആ നരകത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളോ വാക്കോ അതിൽ ഞങ്ങൾ നിന്നിൽ കാവൽ ചോദിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇൻഷാ അല്ലാഹ് 23-ാമത്തെ ആയത്ത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.